ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ 10ാം ക്ലാസ് യോഗ്യതാ പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്നതും മുൻപ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതുമായ ഏതാനും ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ചോദ്യം: തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. തിരുവനന്തപുരത്തുള്ള ഒരു പക്ഷി സങ്കേതമാണ് അരിപ്പ പക്ഷി സങ്കേതം. 2. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തെ മലനിരയാണ് അഗസ്ത്യാർകൂടം. 3. മങ്കയം ഇക്കോ ടൂറിസം പദ്ധതി കോഴിക്കോട്ടാണ്. ഇവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1 2 2 3 1 3 1 2 3. ശരിയുത്തരം 1 2. ഇന്ത്യയിലെ ആദ്യ സൈബർ ഫോറൻസിക് ലാബ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം: കേരളം, പഞ്ചാബ്, ത്രിപുര, ഗുജറാത്ത്. ശരിയുത്തരം ത്രിപുര. ചോദ്യം: പ്രസ്താവനകൾ പരിഗണിക്കുക. 1. സ്വദേശി പ്രസ്ഥാനം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വന്ദേമാതരം. 2. തിങ്കതീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം. 3. കോമകതമാര് പ്രക്ഷോഭം ഗദ്ദർ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1 2 1 3 1 3 1 2 3. ശരിയുത്തരം 1 2 3. ചോദ്യം: കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഭാരതപ്പുഴ, കബനി, പെരിയാർ, നെയ്യാർ. ശരിയുത്തരം കബനി. ചോദ്യം: ഇന്ത്യയിലെ മണ്ണിനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് ഉണ്ടാകുന്ന മണ്ണാണ് കരിമണ്ണ്. 2. ഉഷ്ണമേഖലാ മഴയുടെ ഫലമായി തീവ്രമായ ഒഴുക്കിലൂടെ രൂപപ്പെടുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ്. 3. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണിനമാണ് തീറ്റുമണ്ണ്. ഇവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1 2 2 3 1 3 1 2 3. ശരിയുത്തരം 1 2 3. ചൂടുവയ്പ് ചടങ്ങ് ഏതു കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? തെയ്യം, വേലകളി, തിറയാട്ടം, പടയണി. ശരിയുത്തരം പടയണി. തന്നിട്ടുള്ളവയിൽ മുതലാളിത്ത സമ്പദ്വ്യവസ്ഥയുടെ പ്രത്യേകത അല്ലാത്തത്? ഉപഭോക്താക്കളുടെ പരമാധികാരം, സംരംഭകരുടെ മത്സരം, സ്വതന്ത്രമായ കമ്പോളം, ലാഭം വീതിച്ചെടുക്കൽ. ശരിയുത്തരം ലാഭം വീതിച്ചെടുക്കൽ. ചോദ്യം: ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ്? ഖാരിഫ്, റാബി, സെയ്ദ്. ഇവയൊന്നുമല്ല. ശരിയുത്തരം ഖാരിഫ്. ചോദ്യം: പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ശാലയാണ് ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല. 2. ഭിലായ് ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഷിയോനാഥ്. 3. കടൽ തീരത്തിനടുത്തുള്ള ഇന്ത്യയിലെ ഏക സ്റ്റീൽ പ്ലാന്റാണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. 1 2 2 3 1 3 1 2 3. ശരിയുത്തരം 2 3. ചോദ്യം: ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? മുതലിയാർ കമ്മീഷൻ, ഫസൽ അലി കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, നാനാവതി കമ്മീഷൻ. ശരിയുത്തരം ഫസൽ അലി കമ്മീഷൻ. കേരള സാമുദായിക സംവരണം ലഭിക്കുന്നതിനുള്ള കാരണമാകുന്ന പ്രക്ഷോഭം: ഈഴവ മെമ്മോറിയൽ പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ പ്രക്ഷോഭം, നിവർത്തന പ്രക്ഷോഭം, കർഷക പ്രക്ഷോഭം. ശരിയുത്തരം നിവർത്തന പ്രക്ഷോഭം. ചോദ്യം: 3 ദിവസത്തെ തമാശ എന്ന് INC സമ്മേളനങ്ങളെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡഫറിൻ പ്രഭു, അരവിന്ദ് ഘോഷ്, AK ദത്ത, ബിപിൻ ചന്ദ്രപാൽ.
ശരിയുത്തരം എ കെ ദത്ത. ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഏതാണ്? കന്യാകുമാരി, രാമേശ്വരം, ഇന്ദിരാ പോയിന്റ് ഇവയൊന്നുമല്ല. ശരിയുത്തരം ഇന്ദിരാ പോയിന്റ്. ചോദ്യം, പ്രസ്താവനകൾ പരിഗണിക്കുക. 1 പെരിങ്ങൽക്കത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിലാണ്. 2 കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മാങ്കുളം പദ്ധതി. 1ഉം 2ഉം ശരി, 1ഉം 2ഉം തെറ്റ്, 1 ശരി, 2 തെറ്റ്, 1 തെറ്റ്, 2 ശരി. ശരിയുത്തരം 1ഉം 2ഉം തെറ്റ്. തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ദൂദ്സാഗർ വെള്ളച്ചാട്ടം മണ്ഡോവി, ചിത്രാകോട്ട് വെള്ളച്ചാട്ടം ഇന്ദ്രാവതി, ദങ്ങോദർ വെള്ളച്ചാട്ടം നർമ്മദ, ദുദുമ വെള്ളച്ചാട്ടം സുവർണവേ. ശരിയുത്തരം ദുദുമ വെള്ളച്ചാട്ടം സുവർണവേ. ചോദ്യം, പ്രസ്താവനകൾ പരിഗണിക്കുക. 1 കാവ്യ ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ ഏക നവോത്ഥന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. 2 ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായ സാമൂഹിക പരിഷ്കർത്താവാണ് ആനന്ദ തീർത്ഥൻ. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. 1ഉം 2ഉം ശരി, 1 തെറ്റ്, 2 ശരി, 1ഉം 2ഉം തെറ്റ്, 1 ശരി, 2 തെറ്റ്. ശരിയുത്തരം 1ഉം 2ഉം തെറ്റ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ എത്ര വകുപ്പുകളുണ്ട്? 30, 43, 40, 32. ശരിയുത്തരം 43. ചോദ്യം, 86ാം ഭരണഘടനാ ഭേദഗതി നിയമം പാസാക്കിയ വർഷം? 2002, 2001, 2016, 2011. ശരിയുത്തരം 2002. ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു? അയ്യങ്കാളി, കെ കേളപ്പൻ, സി കൃഷ്ണൻ, എ കെ ഗോപാലൻ. ശരിയുത്തരം അയ്യങ്കാളി. ചോദ്യം, കേരളത്തിലെ ജനകീയ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിഗണിക്കുക. 1 കുറിച്യർ കലാപത്തിനു നേതൃത്വം നൽകിയത് രാമനമ്പിയായിരുന്നു. 2 അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യഗ്രഹം. 3 സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം ആവശ്യപ്പെട്ട് ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഇവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. എല്ലാം ശരി, 2ഉം 3ഉം ശരി, 1ഉം 2ഉം ശരി, 1ഉം 3ഉം ശരി. ശരിയുത്തരം 1ഉം 3ഉം ശരി. തന്നിരിക്കുന്നവയിൽ നിതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ഏത്? ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, മത്സരപരവും സഹകരണപരവുമായ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, പോളിസി ഗൈഡൻസ് നിർദ്ദേശങ്ങൾ നൽകുന്നു, പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ശരിയുത്തരം ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ചോദ്യം, പ്രസ്താവനകൾ പരിഗണിക്കുക. 1 ഹിമാലയത്തിന് തെക്കും ഉപദ്വീപീയയുടെ ഭൂമിക്ക് വടക്കുമായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഉത്തര മഹാസമതലം. 2 ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. 3 മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിക്കാൻ സഹായിക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. 1ഉം 2ഉം 3ഉം, 1ഉം 3ഉം, 1ഉം 2ഉം 3ഉം. ശരിയുത്തരം 1ഉം 3ഉം. ചോദ്യം, ഗോപബന്ധു ചൗധരി ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് എവിടെയാണ്? ഒറീസ, ബംഗാൾ, വടക്കുകിഴക്കൻ ഇന്ത്യ, തമിഴ്നാട്. ശരിയുത്തരം ഒറീസ. ചോദ്യം, പ്രസ്താവനകൾ പരിഗണിക്കുക. 1 വിദ്യയും വിത്തവുമുണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് തൈക്കണയ്യ
രണ്ട് തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ഒന്ന് തെറ്റ് രണ്ട് ശരി, രണ്ട് തെറ്റ് ഒന്ന് ശരി, ഒന്നും രണ്ടും തെറ്റ്, ഒന്നും രണ്ടും ശരി. ശരിയുത്തരം ഒന്ന് തെറ്റ് രണ്ട് ശരി. ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്ത വൈറ്റമിൻ ഏതാണ്? ഫോളിക് ആസിഡ്, തയാമിൻ, നിയാസിൻ, അസ്കോർബിക് ആസിഡ്. ശരിയുത്തരം അസ്കോർബിക് ആസിഡ്. പ്രധാനമായും ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ ഇവർക്ക് വായ്പകൾ നൽകുന്ന ബാങ്ക് ഏത്? റീജിയണൽ റൂറൽ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, ഭൂപണയ ബാങ്കുകൾ, വികസന ബാങ്കുകൾ. ശരിയുത്തരം റീജിയണൽ റൂറൽ ബാങ്കുകൾ. ചോദ്യം പക്ഷിപാതാളം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? വയനാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, ആലപ്പുഴ. ശരിയുത്തരം വയനാട്. പാതിരാക്കോഴി വിളിപ്പതും കേൾക്കാതെ പാടത്ത് പുഞ്ചയ്ക്ക് തേവുന്ന രണ്ടുപേര് ആരുടെ വരികളാണ്? വള്ളത്താൾ നാരായണമേനോൻ, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, കരിമ്പുഴ രാമകൃഷ്ണൻ, ഉള്ളൂർ. ശരിയുത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ചോദ്യം പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന സ്ഥലം പൊന്നാനിയാണ്. 2. തിരുവിതാംകൂറിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. 3. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദിയാണ് ചാലക്കുടിപ്പുഴ. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1 മാത്രം, 1ഉം 2ഉം, 3 മാത്രം, 1ഉം 3ഉം. ശരിയുത്തരം 1ഉം 3ഉം. ചോദ്യം വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ജലപാത ഏതാണ്? ദേശീയ ജലപാത 1, ദേശീയ ജലപാത 2, ദേശീയ ജലപാത 3, ദേശീയ ജലപാത 4. ശരിയുത്തരം ദേശീയ ജലപാത 3. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.